ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ LDCയുടെ മുൻകാല ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSCയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ. PSC ചോദിച്ച ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കും. അപ്പോൾ അതിനുവേണ്ടി മുൻകാല ചോദ്യങ്ങൾ പഠിക്കാതെ ആരും പോരുത്. അപ്പോൾ LDCയുടെ മുൻവർഷ ചോദ്യങ്ങൾ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഉണ്ടാവും. ഇനിയും LDCയുടെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇറക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് ഇറക്കാം. ഒന്നാമത്തെ ചോദ്യം, ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ്? ആരെ കുറിച്ചുള്ളതാ? ദയാബായിയെ കുറിച്ചുള്ളതാണ്. ചോദ്യം എങ്ങനെയും വരാലോ. ദയാബായിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പേരെന്ത്? എന്താണ് ഒറ്റയാൾ എന്നാണ്. ഇനി ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? ഷൈനി ജേക്കബ്. അപ്പൊ അവിടുന്ന് തന്നെ 3 ചോദ്യമല്ലേ. ഏതൊക്കെ ഉണ്ട്? ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഷൈനി ജേക്കബ് ബെഞ്ചമിൻ. ആരാണ്? ഷൈനി ജേക്കബ് ബെഞ്ചമിൻ. ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണെന്ന് ചോദിച്ചാൽ അതല്ലേ ചോദ്യം വന്നത്. ആരെ കുറിച്ചുള്ളതാണ്? ദയാബായി. ദയാബായിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ താഴെ ഓപ്ഷൻസ് തരും. അതിലെന്താണ്? ഒറ്റയാൾ. അപ്പൊ അത്രയും ചോദ്യങ്ങൾ അവിടെ നിന്ന് തന്നെ ഉണ്ടല്ലോ. ഇനി അടുത്തത്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ഗലീലി. എന്താണ് പറഞ്ഞത്? ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഗലീലിയോ ഗലീലി. എന്ത് പറഞ്ഞു? ജീവന്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് എന്തിന്റെ ഭാഷയിലാണ്? ഗണിതത്തിന്റെ ഭാഷയിലാണ്. ആര് പറഞ്ഞു? ഗലീലിയോ ഗലീലി. ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിനടുത്താണ്. എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിനടുത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ബീറ്റാ കർണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ഒഡീഷയിലാണ് ബീറ്റാ കർണിക സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഒഡീഷ. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ഏതാണ്? ചിൽക്ക തടാകമാണ്. ഏതാണ്? ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ചിൽക്ക തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലാണ്. ഏതാണ്? വേമ്പനാട്ട് കായൽ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകം. കേരളത്തിലെ ഏറ്റവും വലുത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലുത് ഏതാ? വേമ്പനാട്ട് കായൽ. അപ്പൊ ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഒരേ ഒരു തടാകമാണ് ഏത്? ചിൽക്ക തടാകം. ഏതാണ്? ചിൽക്ക തടാകം. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? തെങ്ങാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് ഏതാണ്? തെങ്ങാണ്. ഏതാണ്? തെങ്ങ്. കേരള കായിക ദിനം എന്ന്? കേരള കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13. കേരള കായിക ദിനം ഒക്ടോബർ 13 എന്നാണ് കേരള കായിക ദിനം ഒക്ടോബർ 13. എന്തുകൊണ്ടാണ് കേരള കായിക ദിനം അന്നായത്? ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. കേരള കായികത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോദവർമ്മ രാജ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 13. അതുകൊണ്ട് തന്നെ കേരള കായിക ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ്? ഒക്ടോബർ 13. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ അഗസ്ത്യാർകൂടം. ഏതാണ്? അഗസ്ത്യാർകൂടം. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്ര എണ്ണമാണ്? 27 എണ്ണമാണ്. എത്ര എണ്ണമാണ്? 27 എണ്ണം കടലുമായി നേരിട്ട് ബന്ധമുള്ളതും 7 എണ്ണം ശുദ്ധജല തടാകങ്ങളുമാണ്. അപ്പൊ 27 എണ്ണം കടലുമായി നേരിട്ട് ബന്ധമുള്ളത്, 7 എണ്ണം എന്താണ്? ശുദ്ധജല തടാകങ്ങളാണ്. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ മുഴുവനായിട്ട് കേരളത്തിൽ ആകെ എത്ര കായലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 34 ആണ്. അതിൽ 7 എണ്ണം ശുദ്ധജല തടാകങ്ങളും 27 എണ്ണം കടലുമായി ബന്ധമുള്ളതും ആണ്. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ. ഏതാണ്? കണ്ണൻ ദേവൻ. ഏതാണ്? കണ്ണൻ ദേവൻ. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ ഏതാണ്? ഗ്യാൻ ദർശൻ. ഏതാണ്? ഗ്യാൻ ദർശൻ. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനലാണ് ഏത്? ഗ്യാൻ ദർശൻ. ഏതാണ്? ഗ്യാൻ ദർശൻ. ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? ഏതാണ്? കാനഡ. ഏതാണ്? കാനഡ. ഏതാണ്? കാനഡയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിന്റെ ചുരുക്ക പേര് എന്താണ്? നീതി ആയോഗ് ആണ്. എന്താണ്? നീതി ആയോഗിന്റെ മുഴുവനാണ് എന്ത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പൊ അങ്ങനെയും ചോദ്യം വരാലോ. അപ്പൊ നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ.
ദൂരദർശൻ ആരംഭിച്ചത് എന്ന്? 1976 ഏപ്രിൽ 1 എന്താരംഭിച്ചത്? ദൂരദർശൻ ആരംഭിച്ചത് എപ്പോഴാണ്? 1976 ഏപ്രിൽ 1. വാട്സപ്പ് എന്ന മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ്? ഏതിന്റെയാണ്? ഫേസ്ബുക്കിന് കീഴിലാണ്. ഏത്? വാട്സപ്പ്. ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം ഏതാണ്? സേ കത്തീഡ്രൽ ആണ്. ഏതാണ്? സേ കത്തീഡ്രൽ. സേ കത്തീഡ്രൽ. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. എന്താണ് വിശേഷിപ്പിച്ചത്? കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചു. ആര്? രവീന്ദ്രനാഥ് ടാഗോർ. യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള കുറഞ്ഞ നിരക്ക് എത്രയാണ്? 5 രൂപ. പക്ഷെ ഇപ്പൊ അത് എത്രയാണ്? 15 രൂപയാണ്. ഇപ്പൊ എത്രയാണ്? 15 രൂപ. അപ്പൊ 5 എന്നുള്ളത് പഠിച്ചു വെക്കണ്ട, 15 രൂപ എന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള കുറഞ്ഞ നിരക്ക് എത്രയെന്ന് ചോദിച്ചാൽ 15 രൂപ. അന്ന് ഉത്തരം 5 രൂപയെന്നു, ഇപ്പോൾ അതിന്റെ ഉത്തരം 15 രൂപയാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗൂം. ഏത് സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ? ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലാണ് ഗൂം എന്ന റെയിൽവേ സ്റ്റേഷൻ. കായിക കേരളത്തിന്റെ പിതാവ്? നേരത്തെ പറഞ്ഞു GV രാജ. ഗോദവർമ്മ രാജയാണ് കായിക കേരളത്തിന്റെ പിതാവ്. കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ 13. ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. ഏത് നഗരത്തിന് അടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? ഏത് നഗരത്തിനടുത്താ? ഭോപ്പാലിനടുത്താണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. ഏത് നഗരത്തിനടുത്താണ്? ഭോപ്പാലിനടുത്താണ്. ഒരു സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര പരസ്യത്തിന് ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. സംസ്ഥാനം ഏത്? ഏതാണ്? കേരളത്തിനാണ്. ഏതാണ്? കേരളം. ബിയോണ്ട് ദി ബാക്ക് വാട്ടർ പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. ഏതാണ്? കുമരകം. ബിയോണ്ട് ദി ബാക്ക് വാട്ടർ പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കുമരകം. കുമരകം. ഹംപി ഗ്രൂപ്പ് ഓഫ് മോണ്യുമെന്റ്സ് പണി കഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ്? ഏത് സാമ്രാജ്യമാണ്? വിജയനഗരം സാമ്രാജ്യമാണ്. വിജയനഗരം സാമ്രാജ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? സിമ്പിൾ അല്ലേ? ഭരണഘടനാ ദിനമാണ്. പിന്നെയുണ്ട് ഭരണഘടനാ ദിനം, ക്ഷീരദിനം, നിയമദിനം. ഇതൊക്കെ എന്നാണ്? നവംബർ 26 എന്നാണ്. നവംബർ 26. അപ്പോ ഭരണഘടനക്ക് അംഗീകാരം ലഭിച്ച ദിവസം നവംബർ 26. പക്ഷെ ഭരണഘടന നിലവിൽ വന്നത് ജനുവരി 26 എന്നാണ്. ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. അപ്പൊ നവംബർ 26 എന്തൊക്കെ ദിനമാണ്? ഭരണഘടനാ ദിനം, നിയമദിനം, ക്ഷീരദിനം എന്നൊക്കെ അറിയപ്പെടുന്നു. ക്ഷീരല്ലോ, ക്ഷീര, പാൽ ദിനം, ക്ഷീരദിനം എന്നൊക്കെ അറിയപ്പെടുന്നു. ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം 1986 എപ്പോഴാണ്? 1986. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? ഏതാണ്? പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി SK നായരാണ്. ആരാണ്? SK നായർ. SK നായരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ് ആണ്. ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ് ആണ് സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആരാണ്? മില്ലിഗൻ ആണ്. ആരാണ്? മില്ലിഗൻ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മില്ലിഗൻ. പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? 1.67 into 10⁻⁻27 kg ആണ്. ഏതിന്റെ? പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? 1.67 into 10⁻⁻27 kg. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? മോൺസ് പ്രക്രിയ നിക്കലിനെ വേർതിരിക്കാനാണ്. ഏതിനാണ്? നിക്കലിനെ വേർതിരിക്കാനാണ് മോൺസ് പ്രക്രിയ. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ഹാലോജൻ കുടുംബമാണ്. ഏതാണ്? ഹാലോജൻ കുടുംബം. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത് ചോദിച്ചാൽ ഏതാണ്? ഹാലോജൻ കുടുംബമാണ്. ഏതാണ്? ഹാലോജൻ കുടുംബം. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്ത്? എന്താണ്? ഹൈഡ്രജൻ ആണ്. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ഏതാണ്? ഹൈഡ്രജൻ. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം ഏത്? ഏതാണ്? മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. ഏതാണ്? മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ്.
തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിന്റെ ധാന്യപ്പുരക്ക് തീയിട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ്. ആരാണ്? തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം എന്താണ് ചെയ്തത്? തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിന്റെ ധാന്യപ്പുരക്ക് തീയിട്ടു. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്ത്? ആന്തരിക പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ആന്തരിക പ്രതിഫലനമാണ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര് എന്ത്? ഐസോടോപ്പുകൾ. എന്താണ്? ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് ഐസോടോപ്പുകൾ. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? സസ്യങ്ങളാണ്. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് ഏത്? അന്നജം. ഏതാണ്? അന്നജം. നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മങ്കൊമ്പ്. നെല്ല് ഗവേഷണം സ്ഥിതി ചെയ്യുന്നത് മങ്കൊമ്പാണ്. ക്ഷയരോഗം പകരുന്നത് എങ്ങനെയാണ്? വായുവിലൂടെയാണ് ക്ഷയരോഗം പകരുന്നത്. വായുവിലൂടെയാണ് ക്ഷയരോഗം പകരുന്നത്. ക്യൂണിക്കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനാണ്? മുയൽ വളർത്തൽ. എന്തിനാണ്? മുയൽ വളർത്തലിനെയാണ് ക്യൂണിക്കൾച്ചർ സൂചിപ്പിക്കുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് ഏത്? കത്തിക്കൽ. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കൽ. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിൽ എത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? കരളാണ്. ഏതാണ്? കരൾ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിൽ എത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാന്ന് ചോദിച്ചാൽ കരളാണ്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ്. ഏതാണ്? റിക്കറ്റ്സ്. റിക്കറ്റ്സ് അഥവാ കണ ഏത് വിറ്റാമിന്റെ ആണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. 1889 രണ്ടാം ഇന്റർനാഷണൽ നടന്ന സ്ഥലം എവിടെയാണ്? പാരീസിലാണ് 1889 രണ്ടാം ഇന്റർനാഷണൽ നടന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്